Good morning. അപ്പോൾ നമുക്ക് ഇന്നൊരു മെഴുക്കുരുട്ടി തയ്യാറാക്കിയാലോ. ഒരു മിക്സഡ് മെഴുക്കുരുട്ടിയാണ് കേട്ടോ. നമ്മുടെ കോവയ്ക്കയും വഴുതനങ്ങയും ചേർത്താണ് നമ്മൾ ഈ ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത്. കോവയ്ക്ക ഇഷ്ടമുള്ള ആളുകൾക്കും വഴുതനങ്ങ ഇഷ്ടമുള്ള ആളുകൾക്കും ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഇഷ്ടമുള്ള ആളുകൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു കോംബോ മെഴുക്കുരുട്ടി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കോംബോ ആയിട്ട് മെഴുക്കുരുട്ടികൾ ഉണ്ടാക്കാറില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മെഴുക്കുരുട്ടി ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വഴുതനങ്ങയും കോവയ്ക്കയും ചേർത്തിട്ടുള്ള മെഴുക്കുരുട്ടിയാണ്. അപ്പോൾ വഴുതനങ്ങയും കോവയ്ക്കയും ചേർത്ത് നമ്മൾ മെഴുക്കുരുട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് കോവയ്ക്ക മെഴുക്കുരുട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടിലാണ് കോവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വഴുതനങ്ങയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർക്കേണ്ട വേറെ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ചേർക്കണം. ഈ ഒരു മെഴുക്കുരുട്ടിയിൽ വെളുത്തുള്ളി ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു 6-7 ഉള്ളിയും അതുപോലെ തന്നെ 7-8 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉള്ളിയാണ് ഈ ഒരു മെഴുക്കുരുട്ടിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും. അപ്പോൾ ഉള്ളി നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോളയുടെ 1/4 ഭാഗവും പ്ലസ് ഉള്ളിയും കൂടി എടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സവോളയുടെ 1/4 ഭാഗവും കൂടി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് കുക്കായി വരണം, അത്രയും വരെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർക്കാണ്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞ് വെള്ളം മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു വഴുതനങ്ങയും ഒരു 10-12 കോവയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 കിലോ കോവയ്ക്ക, ഒരു വഴുതനങ്ങ അത്രയും എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരുപാട് എരിവുണ്ടാവില്ല, ചെറിയ എരിവേ ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അടച്ചു വയ്ക്കുക. ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴേ നമ്മൾ ഉപ്പ് ചേർക്കുള്ളൂ കേട്ടോ. ഇപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല, വേവ് രണ്ടും 2 രീതിയിലായി പോകും. അപ്പോൾ വഴുതനങ്ങ വേഗം കുക്കായി കിട്ടും, കോവയ്ക്ക കുക്കായി വരാൻ സമയമെടുക്കും. അപ്പോൾ ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് രണ്ടും ഒരുപോലെ തന്നെ കുക്കായി കിട്ടും. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട്, ഏറ്റവും ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, അതാണ് നമ്മൾ വെളിച്ചെണ്ണ കൂടുതൽ ചേർത്തത്. ഇപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ മെഴുക്കുരുട്ടി അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടോ. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുരുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. വീണ്ടും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ വേണ്ട, നമ്മൾ ഒഴിച്ച എണ്ണയൊന്നും ഒരുപാടായിട്ടൊന്നുമില്ല, ആവശ്യത്തിനേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 3 മിനിറ്റും കൂടി അടച്ചു വയ്ക്കാം, ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മെഴുക്കുരുട്ടി അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാനൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നേ ഉള്ളൂ. മെഴുക്കുരുട്ടി ഒന്ന് ഇളം ചൂടായി കഴിയുമ്പോൾ കഴിക്കാം കേട്ടോ. ചൂടൊന്ന് കംപ്ലീറ്റ് മാറണ്ട,
ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുമ്പോൾ കഴിക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മിക്സഡ് മെഴുക്കുവരട്ടിയുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുപോലെയുള്ള മെഴുക്കുവരട്ടികളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുമല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.